പ്രവിളികൾ വെറുതെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ തുടങ്ങിയ ടോപ്പ് ടെക്നോളജി കമ്പനികളുടെ മൊത്തം വരുമാനത്തേക്കാൾ വിപണിയിൽ ലാഭം കൊയ്യുന്ന ഇൻഡസ്ട്രിയാണ് സെക്സ് ഇൻഡസ്ട്രി. $15 ബില്യൺ ഈ തിന്മയുടെ ജിഹ്വയായ മ്യൂസിക് ഇൻഡസ്ട്രി വഴി കൊയ്തെടുക്കുന്നുണ്ട്. പെണ്ണുടലിനെ വിപണനത്തിന് പാകപ്പെടുത്തുന്ന കോസ്മെറ്റിക്സ് $460 ബില്യൺ ഇൻഡസ്ട്രിയാണ്. $91.5 ബില്യൺ മൂല്യമുള്ള ബിസിനസ്സാണ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ വീഡിയോ ഗെയിമുകൾ വഴി മാത്രം നടക്കുന്നത്. $3 ലക്ഷം കോടി ചൂതാട്ടമാണ് ഒരു വർഷം നടക്കുന്നത്. ലഹരി വാണിഭം ഏതാണ്ട് $435 ബില്യൺ ലോകമടക്കി ഭരിക്കുന്ന ഈ ഭീമൻ പലിശാധിഷ്ഠിത ബിസിനസ് സാമ്രാജ്യങ്ങളുടെ നടത്തിപ്പുകാർ അവരുടെ വിപണിക്കെതിരെ നിൽക്കുന്നവരെ നന്മയുടെ വക്താക്കളായി അവതരിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബില്യൺ കണക്കിന് വാർഷിക വരുമാനമുള്ള ആയുധ കച്ചവടത്തിന്റെയും ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻഡസ്ട്രിയുടെയും മുതലാളിമാർ ലോകത്ത് സമാധാനവും സ്വൈരവും ആഗ്രഹിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആരാണിവരുടെ പ്രതിയോഗികൾ? തുർക്കി പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട 1920കളിൽ തങ്ങളുടെ പാശ്ചാത്യ മൂല്യങ്ങൾ തുർക്കിയെ കീഴ്പ്പെടുത്തിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധ എഴുത്തുകാരൻ ബേസിൽ മാത്യൂസ് എഴുതിയ യങ് ഇസ്ലാം ഓൺ ടർക്ക്, എ സ്റ്റഡി ഓഫ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകം സംസ്കാരങ്ങളുടെ സംഘട്ടനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശീതയുദ്ധകാലങ്ങൾക്ക് ശേഷം ഇനി സമാധാനപൂർണമായ പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങളുടെ കേന്ദ്രീകൃത ലോകക്രമമാണ് വരാനിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് ഫുക്കയാമ നിരീക്ഷിച്ചപ്പോൾ അത് ശരിയല്ലെന്ന് സമർത്ഥിച്ച് അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ സാമുവൽ പി ഹണ്ടിങ്ടൺ 1992 പ്രസിദ്ധീകരിച്ച തീസിസ് ഈ സംഘട്ടനം അല്പം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നു. കുത്തഴിഞ്ഞ ജീവിത വ്യവസ്ഥിതിയും ലിബറലിസവും മൊത്തക്കച്ചവടം ചെയ്യുന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ മറുചേരിയിൽ അദ്ദേഹം കണ്ടത് ഇസ്ലാമിനെയാണ്. Old military interaction between the West and Islam, it seems to me, is unlikely to decline in the future. There's great resistance to accepting Western values of human. Sides of this divide are coming to see this interaction as a clash of civilization. ഇനി അങ്ങോട്ടുള്ള സംസ്കൃതികളുടെ സംഘർഷങ്ങളിൽ പാശ്ചാത്യ നാഗരികത ഏറ്റവും ശക്തമായി നേരിടാൻ പോകുന്ന എതിർപ്പ്, അവരുടെ 1 നമ്പർ ശത്രു, കാറ്റഗറൈസ് ചെയ്യുമല്ലോ, 1 നമ്പർ ശത്രു ഇസ്ലാമിക സംസ്കൃതിയായിരിക്കും. അപ്പൊ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതിൽ പുതിയ വിപണിയുടെ താല്പര്യങ്ങളുണ്ട്. ഇസ്ലാം ദൈവിക ദർശനമായതുകൊണ്ട് തന്നെ സകല ചൂഷണ വ്യവസ്ഥിതികൾക്കും എതിര് നിൽക്കുന്നു. സൗന്ദര്യം വിൽപ്പനച്ചരക്കാക്കാനുള്ളതല്ലെന്നും നോട്ടം കൊണ്ടുപോലും ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെട്ടുകൂടെന്നും വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുതെന്നും ഇസ്ലാം ശക്തമായി അനുശാസിക്കുന്നു. മദ്യം തിന്മകളുടെ മാതാവാണെന്നും കൂടിയ അളവിൽ ലഹരി ഉണ്ടാക്കുന്നത് പോലും കുറഞ്ഞ അളവിലും നിഷിദ്ധമാണെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. മ്യൂസിക്കും നൃത്യങ്ങളും ചൂതാട്ടവുമെല്ലാം പൈശാചിക വൃത്തിയാണെന്നും അനാവശ്യമായ വിനോദ വർത്തമാനങ്ങളിൽ മുഴുകി ജീവിത സമയം പാഴാക്കുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ കാത്തിരിക്കുന്നുണ്ടെന്നും ഖുർആൻ ഉദ്ബോധിപ്പിക്കുന്നു. ധാർമ്മിക അധ്യാപനത്തിലൂടെ 7ാം നൂറ്റാണ്ടിലെ അറേബ്യയെ ചൂഷണ വിമുക്തമാക്കിയ ഈ ഇസ്ലാമിക സംസ്കാരത്തെ അധാർമികതയെ വാണിഭം നടത്തുന്നവരെല്ലാം ഭയപ്പെടുന്നു. I've been at war with Islam or a component of Islam for the last decade. അമേരിക്കയുടെ കൂടെ അല്ലാത്ത ആൾക്കാരെല്ലാം അവർക്കെതിരാണ്. സ്വാഭാവികമായിട്ട് ഒരു അമേരിക്കൻ സംസ്കാരത്തെ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ചെറുക്കുന്ന ജനവിഭാഗം എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഹിന്ദുത്വവാദമാവട്ടെ അവരവരുടെ ഒരു അപരനായി, അവരുടെ ശത്രുവായി മുസ്ലിങ്ങളെ പ്ലേസ് ചെയ്യുന്നു. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ അധികം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു തീവ്രവാദം എന്ന് പറയുന്നത് സെക്യുലർ ഫണ്ടമെന്റലിസമാണ്. നിങ്ങൾക്ക് തട്ടമിടാനോ പൊട്ടുതൊടാനോ നിങ്ങൾക്ക് ഒന്ന് അമ്പലത്തിൽ പോകാനോ കുരിശു വരയ്ക്കാനോ ഒരു സെക്യുലർ ബുദ്ധിജീവികളുടെ അനുവാദത്തിനും ഔദാര്യത്തിനും കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്നതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റലിസം എന്ന് ഞാൻ വിചാരിക്കുന്നു. സെക്യുലർ ഫണ്ടമെന്റലിസവും ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ്. ഇസ്ലാമാകട്ടെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതദർശനവുമാണ്.
Islam is the fastest growing religion in the UK. New analysis of census figures even suggests that it could become the country's dominant religion. That's in a country where Islam remains the fastest growing religion. So how do Muslims... This religion is expanding at a fast pace. There are still no exact statistics as to how many Muslims are there in the United States. Some statistics say... According to a report by Faith Matters, the UK is seeing a surge in Brits converting to Islam. Islam has actually been attracting more and more Americans every day. RT's Priya Sridhar went to a mosque just outside of Washington, D.C. and found out why so many Americans have converted to their religion. Islam will grow faster than any other major religion if current trends continue by 2050. Muslims are the only major religious group expected to grow faster than the global population as a whole. ഇസ്ലാം ആശ്ലേഷിക്കുന്നവരിൽ വലിയ പങ്കും വിപണിയുടെ കേന്ദ്രമായ സ്ത്രീകളുമാണ്. Of those converting, about 62% were women, and the average age is over 27 years old. And the vast majority of women who converted also changed their appearance, with a significant majority adopting the hijab.